ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ എല്ലാം നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് കാണണം. ജെ ഷോർട്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സെൽഫ് റൈസിങ് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നന്നായിട്ട് റൈസായിട്ട് വന്നോളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാനിതിലോട്ട് ഒരു സവോളയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് എൻ്റെ ചോപ്പറിൽ നന്നായിട്ട് ഇങ്ങനെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈര് വേണം. അപ്പോൾ ഞാനിതിനിതേ യോഗട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും വേണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനൊരു മെഷറിംഗ് കപ്പ്, എന്തെങ്കിലും ഒരു കപ്പ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കപ്പ് എടുത്താൽ മതി. ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്കൊരു 3 ഗ്ലാസ് പൊടി നമുക്ക് അളന്ന് ഇതിലോട്ടിടാം. ഇപ്പം ഞാൻ 3 ഗ്ലാസ് പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ഇതിലോട്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും സവോളയും പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇത് ഇത് നോക്കിയിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കേട്ടോ. ഞാനിത് നനച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ പരുവ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ ഇതിലോട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്തു, സവോള ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ സ്പൂണിൽ ഒരു 4 ടീസ്പൂൺ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വടയുടെ ഷേപ്പിന് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണം. അതല്ലാതെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കണമെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ലൂസായിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ സ്പൂൺ കൊണ്ട് ഓരോ സ്പൂൺ കോരി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൈ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. അപ്പം നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഒന്ന് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് നടുക്കൊരു ഹോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആയി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിവടയുടെ അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.
കുറച്ചുകൂടെ ലൂസാക്കി ഇത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഹോളിട്ടൊക്കെ വട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതേ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എണ്ണയിലോട്ട് ഓരോ സ്പൂൺ ഒഴിച്ചാൽ മതി. ഓക്കെ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഹോളിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് ഉണ്ടാക്കിയതാണിത്. ഇത് കണ്ടല്ലോ. അപ്പോൾ ടേസ്റ്റ് ഒന്നിനും വ്യത്യാസമില്ല, ഈ ഷേപ്പിൽ മാത്രം അങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഹോളിട്ട് ഉണ്ടാക്കി നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി. ടേസ്റ്റ് എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. ഞാൻ അതുപോലെ ഉണ്ടാക്കിയതാണിത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ജെ ഷോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.